ലിവന്റെ കുടുംബത്തിൽ കയറി അഭിപ്രായം പറയാന്ന് കേട്ടിട്ടില്ലേ? കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ചൈന ടൗൺ സിനിമയിൽ ദിലീപും ലാലേട്ടനും എല്ലാവരും കൂടി ജയിലിൽ കിടക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ. അതിൽ ദിലീപിന്റെ ക്യാരക്ടർ ഭിത്തിയിൽ ചെവി വെച്ച് അപ്പുറത്ത് സ്ത്രീകളുടെ കുളിമുറിയിൽ നടക്കുന്ന സംഭാഷണത്തിന് ഇപ്പുറത്ത് നിന്ന് മറുപടി കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. നല്ല ചെവി പൊട്ടണ മറുപടിയും അപ്പോൾ അപ്പുറത്ത് നിന്ന് കിട്ടും. അതിനേക്കാൾ മോശം എന്ന് പറഞ്ഞാൽ മോശം പരിപാടി കേട്ടോ നമ്മുടെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടിക്കൂട്ടിയത് ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. കാര്യം നമുക്കറിയാം, താമരശ്ശേരി രൂപതയിലെ ദേവാലയങ്ങളിൽ വായിക്കാൻ ഒരു സർക്കുലർ പുറത്തുവിട്ടു. ദേവാലയത്തിനുള്ളിൽ ദിവ്യബലിക്കും തിരുക്കർമ്മങ്ങൾക്കും തടസ്സമുണ്ടാവാതിരിക്കാൻ, തിരുക്കർമ്മങ്ങളിൽ പാലിക്കപ്പെടേണ്ടുന്ന പരിശുദ്ധിക്ക് ഭംഗം വരാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളായിരുന്നു അത്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി മൈക്കും പിടിച്ച് വർഗീയത പറഞ്ഞു എന്ന തരത്തിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങളുടെ പരക്കം പാച്ചിൽ. എല്ലാവരും അല്ല കേട്ടോ, ചിലർ മാത്രം. അന്യമതസ്ഥർ പള്ളിയിൽ കയറരുതെന്ന് താമരശ്ശേരി രൂപത. ഇതെന്തൊരു വർഗീയതയാണ്! ഇത് വേർതിരിവല്ലേ? പലതരത്തിലുള്ള ചർച്ചകളിൽ അവർ ചാടി ഇറങ്ങി കുഴഞ്ഞ് മറിഞ്ഞ് മോനെ ഇവിടെ നോക്കിയേ, ഒരൊറ്റ അടി വെച്ച് തരും. ഓടുന്നു കലക്കാൻ നോക്കിയത് കൃത്യമായിട്ട് കലങ്ങിയില്ല. എടാ, ആർക്ക് വേണമെങ്കിലും ഏതൊരു വിശ്വാസം പിന്തുടരുന്ന വ്യക്തിക്കാണെങ്കിലും, ഇനി ദൈവവിശ്വാസി അല്ലാത്ത ഒരുത്തനാണെങ്കിൽ പോലും യാതൊരു തടസ്സവും കൂടാതെ ചെന്നിരിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് പള്ളി. ഇവിടെ ആർക്കും തടസ്സമാകുന്നില്ല. ഇതിപ്പോൾ ഏതൊരു കൊച്ചുകുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അടുത്ത ചോദ്യം വരും, എടാ അതൊക്കെ നമുക്കറിയാം, ഇത് ഫോട്ടോഗ്രാഫേഴ്സിനോട് ചെയ്യുന്ന അനീതിയല്ലേ? അവിടെ വർഗീയത കാണിക്കുകയല്ലേ? ഈ ഗുലാബ് സിന്ദാബാദ് 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 വർഗീയത വരത്തല്ലേ? അനിയ, നീ അതിന് സർക്കുലർ വായിച്ചായിരുന്നോ? പിന്നെ അല്ല, വാർത്തയിൽ കണ്ടായിരുന്നല്ലോ. എൻ്റെ പൊന്നെണ്ണ എന്നാ അത് പോയി വായിച്ചു നോക്കി, എന്നിട്ടിറങ്ങീൻ കോലാഹലവുമായിട്ട്. വായിച്ചു നോക്കുമൊന്നും വേണ്ട, അത് വർഗീയത തന്നെയാണ്. അന്യമതസ്ഥർക്ക് പള്ളിയിൽ ഫോട്ടോ എടുക്കാൻ അനുവാദമില്ലെന്ന് അതിരൂപത പറഞ്ഞു. ചേട്ടാ, നമുക്ക് ആ നിർദ്ദേശങ്ങളൊന്ന് വായിച്ചു നോക്കിയാലോ? ഓക്കെ. താമരശ്ശേരി രൂപതയുടെ സർക്കുലറിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇവയാണ്. 1. ദേവാലയ തിരുക്കർമ്മങ്ങൾക്ക് ഫോട്ടോഗ്രാഫേഴ്സ് അഥവാ വീഡിയോഗ്രാഫേഴ്സ് ഉണ്ടെങ്കിൽ കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ മുൻകൂട്ടി ഇടവക വികാരിയെ അവരുടെ പേര് വിവരം അറിയിച്ചിരിക്കണം. വികാരിയച്ഛൻ നൽകുന്ന നിർദ്ദേശങ്ങൾ കുടുംബനാഥൻ ഫോട്ടോ അഥവാ വീഡിയോ ചിത്രീകരിക്കാൻ വരുന്നവരെ മുൻകൂട്ടി അറിയിക്കുകയും വേണം. കാര്യം ഇത്രേ ഉള്ളൂ. പള്ളിയിൽ നടക്കുന്ന ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ കൂട്ടത്തിൽ നമ്മുടെ ഇളയപ്പൻ്റെ മോനും അളിയൻ്റെ മോനും ഒക്കെ കാണും. അവരും വളർന്നു വരുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ആയിരിക്കും. അവർക്കും തോന്നും, എടാ നമ്മുടെ കുടുംബത്തിൽ ഒരു ചടങ്ങല്ലേ, നമ്മുടെ ക്യാമറയിലും ഇരിക്കട്ടെ ഒരു 10 ക്ലിക്ക്. ആരാ കേമനെന്നറിയാലോ. എടാ മോനെ, ആ പരിപാടി ദേവാലയ തിരുക്കർമ്മങ്ങൾക്കിടയിൽ വേണ്ട. ഇവിടെ എല്ലാവരും കൂടി ഇറങ്ങിയാൽ അവിടെ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് അത് തടസ്സമാകും. ഈ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം വികാരിയച്ഛനെ വന്ന് കാണണമെന്നൊന്നുമല്ല ആ നിർദ്ദേശത്തിലുള്ളത്. അച്ഛൻ പറയുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ കുടുംബനാഥൻ അവരെ അറിയിക്കണമെന്നാണ്. എടാ മോനെ, ഇന്ന സമയത്ത് അലക്ഷ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്, ദേവാലയത്തിൽ നടക്കുന്ന കർമ്മങ്ങൾക്ക് തടസ്സമുണ്ടാക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വൈദികൻ അവരെ അറിയിക്കാൻ ബാധ്യസ്ഥനാണ്. ആ നിർദ്ദേശങ്ങൾ അവരോട് പറഞ്ഞേക്കണമെന്ന് വൈദികന് കുടുംബനാഥനോട് പറയണം. ഇനി രണ്ടാമത്തെ പോയിന്റ്, തിരുക്കർമ്മങ്ങളുടെ സമയത്ത് 2 ഫോട്ടോഗ്രാഫേഴ്സിനും 2 വീഡിയോഗ്രാഫേഴ്സിനും മാത്രമാണ് പള്ളിക്കകത്ത് ഫോട്ടോ ചിത്രീകരണത്തിന് അനുവാദമുള്ളത്. ഇത് ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞ വിശദീകരണം തന്നെയാണ്. എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സ് ആകുന്ന പരിപാടി അത് ദേവാലയത്തിനകത്ത് വേണ്ട, ഇത് ദേവാലയത്തിനകമാണ്. എടാ കൊച്ചനെ, ഇതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. നീ ആ 8ാമത്തെ പോയിന്റ് വായിക്കും, അതിലല്ലേ വർഗീയത പറഞ്ഞിരിക്കുന്നത്. വായിക്കാൻ ചേട്ടാ, പക്ഷേ അത് മാത്രം ഇട്ടുകൊടുക്കുന്ന മാധ്യമങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലക്ഷ്യം കൂടി ഉണ്ടായിരിക്കും. അതിനു മുമ്പുള്ള പോയിന്റുകൾ കൂടി വായിച്ചു പോകുന്നതല്ലേ അതിൻ്റെ ഒരു ശരി. ഏത്? അപ്പോൾ നമുക്ക് 3ാമത്തെ പോയിന്റ് വായിക്കാം. 3. ദേവാലയ പരിശുദ്ധിക്ക് അനുയോജ്യമായ മാന്യമായ വസ്ത്രങ്ങൾ ധരിച്ചാണ് ഫോട്ടോഗ്രാഫേഴ്സ് അഥവാ വീഡിയോഗ്രാഫേഴ്സ് ദേവാലയത്തിൽ പ്രവേശിക്കേണ്ടത്. അവർ മദ്ബഹയിൽ പ്രവേശിക്കാൻ പാടില്ല. ചിലർ നല്ല ആംഗിൾ അഥവാ നല്ല ഫ്രെയിം കിട്ടാൻ വേണ്ടി മദ്ബഹയിൽ കയറി ഫ്രെയിം വെക്കാൻ നോക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ പരിപാടി അത് ഇവിടെ വേണ്ടാവേ. പരിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷകരും പുരോഹിതരും ജനങ്ങളും നിൽക്കുന്നത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഇടങ്ങളിലാണ്. അത് ഫോട്ടോഗ്രാഫേഴ്സ് ബ്രേക്ക് ചെയ്യാൻ ഇടയാവരുത്. അത് തെറ്റാണ്. ഇനി 4ാമത്തെ പോയിന്റ്, തിരുക്കർമ്മങ്ങൾ കൃത്യസമയത്ത് ആരംഭിക്കുന്നതിന് ഫോട്ടോഗ്രാഫേഴ്സ് അഥവാ വീഡിയോഗ്രാഫേഴ്സ് തടസ്സമാകരുത്. വളരെ അത്യാവശ്യമായുള്ള ഫോട്ടോകൾ മാത്രം തിരുക്കർമ്മങ്ങൾക്കിടയിൽ എടുക്കാൻ ശ്രദ്ധിക്കണം. വചനവ്യാഖ്യാനം തടസ്സപ്പെടുത്തിക്കൊണ്ട് ചിത്രീകരണം പാടില്ല. തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ഫോട്ടോ എടുത്ത് കൃത്യസമയത്ത് പരിശുദ്ധ കുർബാന നടക്കാതെ വൈകുന്ന വിവാഹങ്ങൾ ഒത്തിരിയുണ്ട്. അങ്ങനെയുള്ള വിവാഹങ്ങളിൽ പങ്കെടുക്കാനും ഇവിടെ വന്നിട്ടുണ്ട്. അത് വേണ്ട. കാരണം നടക്കാൻ പോകുന്ന തിരുക്കർമ്മങ്ങൾക്കാണ് പ്രാധാന്യം. അത് കഴിഞ്ഞും ഫോട്ടോസ് എടുക്കാമല്ലോ. പിന്നെ സമയം അതിന് എല്ലാവർക്കും വിലയുള്ളതാണ്. അതുപോലെ വൈദികൻ വചനവ്യാഖ്യാനം നൽകുന്ന സമയത്ത്, അതായത് പ്രസംഗ സമയത്ത്, പ്രസംഗത്തിന് തടസ്സമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുള്ള ചറപറ ഫോട്ടോ എടുപ്പ് അത് വേണ്ട. കാര്യം അതൊരു പരിധി കഴിയുമ്പോൾ ബുദ്ധിമുട്ടാകും. ഇവിടെയും ഒരു പോയിന്റ് ഉണ്ട്, വചനവ്യാഖ്യാനം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രീകരണം പാടില്ല എന്നാണ്. അല്ലാതെ നമുക്ക് ഫോട്ടോ എടുക്കാം. ചിലർക്ക് അച്ഛൻ്റെ പുറകിൽ നിന്ന് ജനങ്ങളുടെ ഫോട്ടോ എടുക്കാൻ തോന്നിയാൽ അങ്ങനെയുള്ളതൊന്നും വേണ്ട എന്നാണ്. ഇനി 5ാമത്തെ പോയിന്റ്, തിരുക്കർമ്മങ്ങളുടെ ഫോട്ടോയും വീഡിയോയും എടുക്കുമ്പോൾ തിരുക്കർമ്മങ്ങളോടും ദേവാലയത്തോടും യാതൊരു അനാദരവും ഉണ്ടാവാൻ പാടില്ല. അതിൽ തന്നെ വ്യക്തമാണ്. അലക്ഷ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് നടന്നോ
അവിടെ അർപ്പിക്കപ്പെടുന്ന തിരുക്കർമ്മങ്ങളിൽ യാതൊരു ബഹുമാനവും കൂടാതെയോ ഫോട്ടോ എടുക്കാൻ പാടില്ല. 6. തിരുക്കർമ്മ അവസരങ്ങളിൽ ദേവാലയത്തിൽ ശക്തിയേറിയ ലൈറ്റുകളുടെ അകമ്പടിയോടെ വീഡിയോ അഥവാ ഫോട്ടോ റെക്കോർഡിംഗ് നടത്താൻ അനുവാദമില്ല. അത് ആ ദേവാലയത്തിൽ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പറ്റില്ല എന്ന് തന്നെയാണ്. തിരുക്കർമ്മം നടക്കുന്ന സമയത്ത് അത് തടസ്സമാകും. 7. തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുന്നവർക്ക് അസൗകര്യമുണ്ടാകാതെ വേണം വീഡിയോ റെക്കോർഡിങ്ങും ഫോട്ടോഗ്രാഫിയും ചിത്രീകരിക്കാൻ. വിശ്വാസികൾ ശ്രദ്ധയോടെ പങ്കെടുക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന വിധമുള്ള പെരുമാറ്റം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു: ഓടുക, പ്രസംഗ സമയത്ത് ഫോട്ടോ എടുക്കുക മുതലായവ. മുമ്പ് പറഞ്ഞ കാര്യം തന്നെ പ്രസംഗ സമയത്ത് ഫോട്ടോഗ്രാഫേഴ്സ് ക്യാമറയുമായി വന്നാൽ അതൊരു പരിധി കഴിഞ്ഞാൽ വചനവ്യാഖ്യാനം ശ്രദ്ധിക്കുന്നവർക്കും തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുന്നവർക്കും അത് അസൗകര്യമാകും. ഇനി 8ാമത്തെ പോയിന്റ്, ആ മെയിൻ പോയിന്റ്, വർഗീയത പരത്തിയ പോയിന്റ്. ഇത് നോക്കിയിരിക്കുമായിരുന്നു. വായിക്കടാ മോനെ, വായിക്കും. 8. തിരുക്കർമ്മങ്ങളുടെ സമയത്ത് ദേവാലയത്തിൽ വീഡിയോ അഥവാ ഫോട്ടോ എടുക്കുന്നവർ ക്രൈസ്തവ വിശ്വാസികളാകുന്നതാണ് കൂടുതൽ അഭികാമ്യം. അക്രൈസ്തവരാണെങ്കിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചും തിരുക്കർമ്മങ്ങളുടെ പവിത്രതയെക്കുറിച്ചും അറിവുള്ളവരായിരിക്കണം. ഇതിനെ ആദ്യം പറഞ്ഞിരിക്കുന്ന ഭാഗം എടുത്ത് അടിച്ച് കലക്കി മറിച്ച് അന്യമതസ്ഥർ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന തരത്തിലേക്ക് ആക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അഭികാമ്യം എന്നാൽ മുൻഗണന എന്നല്ലേ? ഒരു ചാനൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ജോബ് വേക്കൻസിയിൽ അപേക്ഷ ക്ഷണിക്കുമ്പോൾ നൽകുന്ന അഭികാമ്യം പോലെ ഇതും ഒരു പ്രത്യേക പരിഗണന വെച്ച് അന്യമതസ്ഥരെ ഒഴിവാക്കുകയല്ലേ? അതിന്റെ ഉത്തരമാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതും അതിനൊപ്പം പറഞ്ഞിരിക്കുന്നതും. ഞാൻ അതൊന്നുകൂടെ വായിക്കാം. തിരുക്കർമ്മങ്ങളുടെ സമയത്ത് ദേവാലയത്തിൽ വീഡിയോ അഥവാ ഫോട്ടോ എടുക്കുന്നവർ ക്രൈസ്തവ വിശ്വാസികളാകുന്നതാണ് കൂടുതൽ അഭികാമ്യം. അങ്ങനെയാണെങ്കിൽ അവരോട് ഇപ്പോൾ നിശബ്ദമായി നിൽക്കേണ്ട സമയമാണ്, ഇത് വചനവ്യാഖ്യാനത്തിന്റെ സമയമാണ്, ഇപ്പോൾ ഫോട്ടോ എടുക്കരുത്, ഇത് കാഴ്ചവെപ്പിന്റെ സമയമാണ്, എന്നിങ്ങനെ പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന ആവശ്യമില്ല. എടാ, അതിന് ഞങ്ങൾക്കതൊക്കെ അറിയാം. ഞങ്ങൾ ക്രിസ്ത്യൻ ചടങ്ങുകളിൽ ഫോട്ടോ എടുത്ത് ഒരുപാട് വർഷത്തെ പരിചയം ഞങ്ങൾക്കുണ്ട്. തിരുക്കർമ്മങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾക്കറിയാം. പിന്നെന്താ കുഴപ്പം? ആണോ? എന്നാൽ പിന്നെ കുഴപ്പമില്ല, നീ ഫോട്ടോ എടുത്തോ. 8ാമത്തെ പോയിന്റ് ബാക്കി നീ വായിച്ചില്ലായിരുന്നോ? അക്രൈസ്തവരാണെങ്കിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചും തിരുക്കർമ്മങ്ങളുടെ പവിത്രതയെക്കുറിച്ചുമുള്ള അറിവുള്ളവരായിരിക്കണം. അങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. നീ കണ്ടില്ലല്ലേ? നിന്റെ കുഴപ്പമല്ല. നീ ഇത് കണ്ടത് അത് നിന്റെ അടുത്ത് എത്തിച്ചവർ അവതരിപ്പിച്ചതുപോലെയായിരുന്നു. അതാ. എന്തായാലും ഇനി 2 പോയിന്റുകൾ കൂടെ ഉള്ളൂ, അതുകൂടെ വായിക്കാം. 9. തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞ് വളരെ അത്യാവശ്യം വേണ്ട ഫോട്ടോകൾ മാത്രമേ, പരമാവധി 5 ഫോട്ടോകൾ മാത്രമേ ദേവാലയത്തിൽ വെച്ചെടുക്കാൻ പാടുള്ളൂ. ഈ സമയം ദേവാലയത്തിലായിരിക്കുന്നവർ പരിപൂർണ നിശബ്ദത പാലിക്കണം. ചേച്ചി അങ്ങോട്ട് കയറി നിന്നേ, ഇളയപ്പൻ തിരിഞ്ഞു നിന്നേ. അയ്യോ, അമ്മായി എന്തി? അളിയ നിക്കളിയാ, ചേട്ടാ വിരിമാറ്റല്ലേ, മോനെ കരയല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ പാവം ഫോട്ടോഗ്രാഫേഴ്സ് പയ്യന്മാർ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന പണി ചെയ്യുമ്പോൾ പുറകിൽ നിന്ന് കൊച്ചിനെ ചിരിപ്പിക്കാനും കമന്റ് പറയാനും ഒക്കെ ഒത്തിരി തിക്കും തിരക്കുമായിട്ട് ദേവാലയത്തിനുള്ളിൽ ഒരു ബഹളമാവും. എന്തിനാ അത്? ഫോട്ടോ എടുത്തോ, പരമാവധി 5 ഫോട്ടോ. നമ്മൾ വേഗം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിയാൽ ഫംഗ്ഷനും തുടങ്ങാം, എല്ലാവരുടെ കൂടെ ഫോട്ടോയും എടുക്കാം. ഇനി ഫോട്ടോ എടുക്കുന്നതിന് മാത്രമേ തടസ്സമുള്ളൂ കേട്ടോ. ദേവാലയത്തിനുള്ളിൽ അല്പനേരം പ്രാർത്ഥിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇനി 10ാമത്തെ പോയിന്റ്, തിരുക്കർമ്മങ്ങളുടെ സമയത്ത് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഫോട്ടോഗ്രാഫി പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. തിരുക്കർമ്മങ്ങളുടെ സമയത്ത് പ്രധാനപ്പെട്ട സമയങ്ങളിൽ നമ്മളെല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സ് ആകുന്നൊരു പരിപാടിയുണ്ട്. വിവാഹം കഴിഞ്ഞ കാര്യം ആദ്യം എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിൽ അവരോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതായിരിക്കും. അതും തിരുക്കർമ്മങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് സർക്കുലറിൽ ഉള്ളത്. ഇനി ഇത് മുഴുവൻ വായിച്ച് തർക്കിക്കാൻ വേണ്ടി അടുത്ത ചോദ്യം ഉയർത്തുമായിരിക്കും: ഇങ്ങനെയാണെങ്കിൽ ഫോട്ടോ എടുക്കാതിരുന്നാൽ പോരെയെന്ന്. അവരോടൊക്കെ എന്ത് പറയാൻ? ആ നിർദ്ദേശങ്ങൾ ഒരിക്കൽ കൂടി വായിച്ചു നോക്കൂ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇതൊരിക്കലും ഒരു വർഗീയ വിഷയമല്ല. ഒരു കുടുംബനാഥൻ, അപ്പൻ തൻ്റെ മക്കളോട് പറഞ്ഞ കാര്യമാണ്. അതിൽ വർഗീയതയൊക്കെ തിരികെ കയറ്റി ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും ഞാനിതിവിടെ പറയേണ്ടി വന്നത്, മാധ്യമങ്ങൾ വളച്ചൊടിച്ച വീഡിയോകൾ പലതും ഒരു തെറ്റിദ്ധാരണയ്ക്ക് കാരണമായിട്ടുണ്ട് എങ്കിൽ അത് തിരുത്താൻ മാത്രമാണ്. ദൈവത്തിന് സ്തുതി.